വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റോടെ. എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ. എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഡിസ്പ്ലേ, ബാറ്ററി എന്നിവ 10 മിനിറ്റിൽ സർവീസ്. ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം, സ്കൈ ബിൽഡിംഗ്, വടക്കാഞ്ചേരി. ആക്സിസ് ബാങ്കിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. കോൺടാക്ട് 6282044114 8156 812121. VCV ന്യൂസിൻ്റെ നാട്ടിലോട്ട് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 37 ആര്യമ്പാടം ഈസ്റ്റിലെ LDF സ്ഥാനാർത്ഥി KR രാജേന്ദ്രനൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ വിപുലമായ രീതിയിൽ തന്നെ LDF ഇവിടുത്തെ എല്ലാ പൊതുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ജനങ്ങൾക്കും വികസനം എത്തിക്കുക എന്ന സങ്കല്പമാണ് ഇടതുപക്ഷ സങ്കല്പം. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എൻ്റെ പിൻഗാമികൾക്ക് ഒരു മുൻഗണന, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഈ വാർഡിൻ്റെ വികസനത്തിന് എന്നും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു പ്രചോദനമായിരിക്കും. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിനും അതിൻ്റെ തുടർച്ചയായ ഇനി ഈ പുതിയ ഭരണസമിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളുടെയും പിന്തുണ എനിക്ക് ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ, വലിയ ഭൂരിപക്ഷത്തോടെ ഈ വാർഡിൽ നിന്നും മൂന്നാമതും ഇടതുപക്ഷ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ ഡിവിഷനിലെ എല്ലാ വോട്ടർമാരെയും കണ്ടു കഴിഞ്ഞോ? എല്ലാ വോട്ടർമാരെയും 3 തവണ കണ്ടു കഴിഞ്ഞു. നേരിട്ട് കാണാൻ അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ, സ്ഥലത്തില്ലാത്തവർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വോട്ടർമാരെയും നല്ല രീതിയിൽ കാണുകയും അവരുടെ എല്ലാം വിശ്വാസവും പിന്തുണയും ആർജിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് LDFൻ്റെ എല്ലാ പ്രവർത്തകരും സജീവമായി ഈ വാർഡിൽ നിർവഹിച്ചു പോരുന്നത്. പൊതുവെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്യാറ്, അതോ ഈ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങളാണോ? എന്താണ് കൂടുതലും ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്? പ്രാദേശിക തെരഞ്ഞെടുപ്പാകുമ്പോൾ പ്രാദേശിക വികസനത്തെപ്പറ്റി ജനങ്ങൾക്ക് ഉള്ള ആശങ്കകളും അവരുടെ സന്തോഷവും പങ്കുവയ്ക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഭരണവിരുദ്ധ വികാരം എന്നൊരു വികാരം പോലുമില്ല. എല്ലാവരും ഭരണത്തോടൊപ്പം, എല്ലാവരും ഇവിടെ തുടർന്നു വരുന്ന വികസനത്തിൻ്റെ പിന്നിലുള്ള അടിയുറച്ച വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൗൺസിൽ മുൻ തുടർച്ച ഇനിയും തുടർന്ന് ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ വടക്കാഞ്ചേരി നഗരസഭ രൂപീകൃതമായതിനു ശേഷം തുടർച്ചയായിട്ട് ഇടതുപക്ഷം വിജയിക്കുന്നൊരു ഡിവിഷനാണ്. എന്തൊക്കെ പദ്ധതികളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിരുന്നത്? അഥവാ അത് നടപ്പിലാക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷം നൽകിയ ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ട, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും മുന്നോട്ട് വയ്ക്കുന്നത്. ആ വികസന പ്രവർത്തനങ്ങൾ ഒരു 80-85% പൂർണ്ണമായും പൂർത്തിയാക്കി എന്നുള്ള സംതൃപ്തിയോടെയാണ് ഈ നിലവിലുള്ള ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കാലാവധിയുടെ തുടർച്ചയായി ഇനി വരുന്ന ഭരണസമിതിയും ഇവിടുത്തെ വികസനങ്ങൾ സാധാരണക്കാരെ മുന്നിൽ കൊണ്ടുള്ളത്. ഞങ്ങൾ കാണുന്ന മുഖം സാധാരണക്കാരൻ്റെ മുഖമാണ്. ഞങ്ങളുടെ മനസ്സിലുള്ള മുഖം സാധാരണക്കാരൻ്റെ, ഈ ഡിവിഷനിലെ സാധാരണക്കാരും കഷ്ടപ്പെടുന്നവർക്കുമായിട്ടുള്ള വികസനങ്ങൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന താല്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷമാണ് ഇവിടുന്ന് ജയിക്കുന്നത്. കഴിഞ്ഞ തവണ ജമീല ബി ടീച്ചറായിരുന്നു ഇവിടുന്ന് വിജയിച്ചത്. എന്തെങ്കിലും പ്രത്യേക പദ്ധതി ഈ ഡിവിഷനിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞോ? പ്രത്യേകിച്ച് കുടിവെള്ളമായോ റോഡായോ അല്ലെങ്കിൽ ഈ ഡിവിഷനിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം പരിഹരിക്കാൻ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഡിവിഷനിലെ വലിയൊരു പ്രശ്നമായിരുന്നു കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി എല്ലാ വീടുകളിലും ശുദ്ധമായ ജലം എത്തിക്കുക എന്ന പ്രവർത്തനം ഭംഗിയായി നിർവഹിച്ചതാണ് എൻ്റെ ഇന്നത്തെ പിൻഗാമിയായിട്ടുള്ള ജമീല ടീച്ചറുടെ ഭരണകാലത്തും ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്.
വികസന പ്രവർത്തനങ്ങൾക്ക് അംഗൻവാടി ആയാലും ഈ ഡിവിഷനിൽ 2 അംഗൻവാടിയാണുള്ളത്. ഈ 2 അംഗൻവാടികളിലും ഓപ്പൺ ജിമ്മിന് ഇനി മേൽക്കൂര നിർമ്മിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ അത് ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ബഹുമുഖമായ വികസന പ്രവർത്തനങ്ങളാണ് ഇതിന് മുന്നോടിയായി 10 വർഷമായി നടത്തി വരുന്നത്. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം വടക്കാഞ്ചേരി നഗരസഭ നടപ്പിലാക്കിയ പദ്ധതികളെ മുൻനിർത്തിയാണ് വോട്ട് ചോദിക്കുന്നത്, അതോ കേരള സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളോട് എന്താണ് ജനങ്ങളോട് കൂടുതൽ പറയാനുള്ളത്? ഒരു പ്രാദേശിക സർക്കാർ എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി മാത്രമേ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതിന് സ്ഥായിയായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ സർക്കാർ, കേരള സർക്കാർ ഇവിടുത്തെ പാവപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കും അധ്വാനിക്കുന്ന വിഭാഗത്തിനും 2000 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇവിടെ എല്ലാം ചർച്ചാ വിഷയമാണ്. എല്ലാവരും സന്തുഷ്ടരാണ്, സന്തോഷവാന്മാരാണ്. കുടിശ്ശിക തീർത്തുകൊണ്ട് ഈ ഡിവിഷനിൽ എല്ലാ പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും 2000 രൂപ വരെ പെൻഷൻ ലഭിക്കുകയും അതിൻ്റെ തുടർച്ചയെന്നോണം 35 ലക്ഷം വരുന്ന കേരളത്തിലെ യുവതികൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ ഇലക്ഷന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ ചില നിർദ്ദേശങ്ങൾക്ക് ഇതായി നീട്ടിവെച്ചിരിക്കുകയാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ഓരോ കുടുംബത്തിലും, ഓരോ സ്ത്രീക്കും, ഓരോ യുവതിക്കും, ഓരോ വീട്ടമ്മയ്ക്കും 1000 രൂപ വീതം പെൻഷൻ അനുവദിക്കുന്ന പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പിണറായി ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റിൻ്റെ 9 വർഷത്തെ ബഹുമുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ മുനിസിപ്പാലിറ്റിയിലെ 37 ഡിവിഷനിലും മുനിസിപ്പാലിറ്റിയിലെ ബാക്കി എല്ലാ ഡിവിഷനുകളിലും അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകും. അതിൻ്റെ എല്ലാവിധ നല്ല നന്മകളും ശാംശീകരിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ പ്രാദേശിക മുനിസിപ്പാലിറ്റിയും അതിന് നേതൃത്വം നൽകും. നേരത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് രംഗത്തു നിന്നാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്? നേരത്തെ എന്തായിരുന്നു ജോലി? ഞാൻ DYFIയുടെ പഴയ രൂപമായ KSYFൻ്റെ മുണ്ടത്തിക്കോട്, വിഭജിക്കാത്ത മുണ്ടത്തിക്കോടിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് 40 വർഷം പ്രവാസ ജീവിതമായിരുന്നു. 13 വർഷം കർണാടകയിൽ, 28 വർഷം അബുദാബിയിലെ ഇന്ത്യൻ സ്കൂളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 5 വർഷമായി നാട്ടിലുണ്ട്. കഴിഞ്ഞ 2 വർഷമായി പെരിങ്ങുണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. കർഷക സംഘത്തിൻ്റെ മേഖലാ സെക്രട്ടറിയാണ്. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗമാണ്. മറ്റ് എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും ബന്ധപ്പെട്ട് നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും പദ്ധതികൾ ഈ ഡിവിഷനിൽ നടപ്പിലാക്കാനുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം നടപ്പിലാക്കുക, അങ്ങനെ എന്തെങ്കിലും ജനങ്ങളോട് പറയാനുണ്ടോ? എൻ്റെ മനസ്സിലുള്ള സ്വപ്നം എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ ഗ്രാമത്തിലും, ഞങ്ങളുടെ ഡിവിഷൻ്റെ എല്ലാ ഉൾപ്രദേശങ്ങളിലും ചെറുപ്പക്കാർക്കും യുവജനങ്ങൾക്കും ഒരു കളിസ്ഥലം, അത് ഫുട്ബോൾ ഗ്രൗണ്ട് ആവണമെന്നില്ല, ഒരു വോളിബോൾ കോർട്ട് അല്ലെങ്കിൽ ഒരു ത്രോ ബോൾ കോർട്ട്, ഏതെങ്കിലും വിധത്തിൽ ചെറിയ ഇടം കിട്ടുമെങ്കിൽ അവിടെ സ്ഥലം ലഭ്യതയ്ക്കനുസരിച്ച് ഇത്തരം യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള കായിക പ്രവർത്തനങ്ങൾക്ക്, അവരുടെ സർഗാത്മക പ്രതിഭ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നാണ് പ്രഥമ ഉദ്ദേശം. മറ്റൊന്ന്, നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ അംഗൻവാടി ആയാലും മറ്റു വികസന പ്രവർത്തനങ്ങളായാലും അതിൻ്റെ എല്ലാ നന്മകളും ശാംശീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് ഭംഗിയായി കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. എല്ലാ ജനങ്ങൾക്കും സ്ട്രീറ്റ് ലൈറ്റ്, എല്ലാ ഗ്രാമങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ്, എല്ലാ ഗ്രാമങ്ങളിലും കുടിവെള്ളം, എല്ലാ ഗ്രാമങ്ങളിലും ശുചീകരണം, എല്ലാ ഗ്രാമത്തിൻ്റെയും ഗ്രാമഭംഗി നിലനിർത്തിക്കൊണ്ട് വികസനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. ഈ പുതിയ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള ജനക്ഷേമകരമായ പദ്ധതികളും അതേപോലെ തന്നെ വലിയ തരത്തിലുള്ള പദ്ധതികളും നടത്തിയ അതിനിടയിൽ അതിൻ്റെ ചിറകിൽ തന്നെ നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വലിയ തോതിലുള്ള വിജയങ്ങൾ കൈവരിച്ച ഒരു സമയത്താണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ ലോക്കൽ കമ്മിറ്റിയിലുള്ള 11 ഡിവിഷനും വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ, ജനങ്ങൾക്കതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കാനുള്ള ഒരവസരം അവർക്ക് കരഗതമായിരിക്കുന്നൊരു സ്ഥിതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എവിടെയും ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ തന്നെ എവിടെയെങ്കിലും
ഒരു സഹായം എത്താത്ത, ഒരു ആനുകൂല്യം എത്താത്ത ഒരു പ്രദേശം ഉണ്ടാവില്ല, ഒരു ആളുകളുണ്ടാവില്ല. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ആ വികസനത്തിൻ്റെ തുടർച്ച, ആ വികസനത്തിൻ്റെ സത്ഫലങ്ങളെല്ലാം തന്നെ എല്ലാ തരം മനുഷ്യർക്കും എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുള്ള പ്രവർത്തനമാണ്. അതിനെ പൊതുജനങ്ങൾ ഏറ്റെടുക്കും. അവരുടെ തന്നെ ജീവിതത്തിന് ആധാരമായ, ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ഗവൺമെൻറ് അവരെ മുറുകെ പിടിക്കുന്നു, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള വിശ്വാസം അവർ ഈ തവണയും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടി അവരെ നയിക്കാൻ ഉള്ള എല്ലാ തരത്തിലുള്ള മാൻഡേറ്റും തരുന്നത് ആ ജനങ്ങളായിരിക്കും. വലിയ വിജയം നമ്മളിവിടെ നേടുമെന്ന് തന്നെയാണ് വളരെ ഉറച്ച ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, നല്ല ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഓരോ ഡിവിഷനിലും വരുന്നത്. ജനങ്ങളുടെ ഹിതമറിയുക, അവരുടെ മനസ്സറിയുക, അവരുടെ ആവശ്യങ്ങൾ അറിയുക, ആ ആവശ്യങ്ങൾക്കനുസരിച്ച പ്രവൃത്തി പദങ്ങൾ നമ്മൾ രൂപപ്പെടുത്താനുള്ള അവിടെ ഓരോ സ്ഥാനാർത്ഥികളുടെ പോകുമ്പോഴും വളരെ നമ്മൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അതിനനുഗുണമായ രീതിയിലാണ് സഖാവ് കെ ആർ രാജേന്ദ്രനോട് സംസാരിച്ചത്. ഇതേപോലെ തന്നെ ഈ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ പ്രഥമ മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ പി ഉണ്ണികൃഷ്ണനായിരുന്നു. അതിനുശേഷം വന്ന ജമീലാബി അതിൽ 2,22,00,000 മേലെയുള്ള ഫണ്ടുകൾ ഇവിടെ വിനിയോഗിച്ച് വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വലിയ തോതിൽ തന്നെ വലിയ റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പകൽ വീടിൻ്റെ വികസനം, ഇതൊക്കെ തന്നെ ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ളതാണ്. ഇനിയും വികസനം എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം വികസനങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ LDFൻ്റെ കൗൺസിലർമാരുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള വികസനം നടക്കുകയും മറ്റത് വികസന വിരുദ്ധത നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം മുണ്ടത്തിക്കോട് ലോക്കൽ കമ്മിറ്റിക്കകത്തുണ്ട്. ഇവിടെ LDFന് വളരെ കുറഞ്ഞ വിജയം മാത്രം കൊടുത്ത ഒരു പ്രദേശമാണ് ഈ മുണ്ടത്തിക്കോട് ലോക്കൽ കമ്മിറ്റി. ഇത്തവണ അത് മാറ്റി ജനങ്ങളെല്ലാം തന്നെ മാറ്റി പിടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. വികസനത്തിൻ്റെ വലിയ വേലിയേറ്റങ്ങൾ തന്നെ അവർക്ക് അനുഭവവേദ്യമാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ അർത്ഥത്തിൽ തന്നെ മുന്നേറുക തന്നെ ചെയ്യും. വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റോടെ. എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ. എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഡിസ്പ്ലേ, ബാറ്ററി എന്നിവ 10 മിനിറ്റിൽ സർവീസ്. ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം, സ്കൈ ബിൽഡിംഗ്, വടക്കാഞ്ചേരി. ആക്സിസ് ബാങ്കിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. കോൺടാക്ട് 6282044414 8156 812121.